ശ്രോതാക്കളെ, സ്പൈസ് എഫ്എമ്മിൽ ഇപ്പോൾ കേൾക്കാം ആരോഗ്യവേദി. ആരോഗ്യവേദി ആരോഗ്യവേദിയിൽ ഇന്ന് കർക്കിടകക്കഞ്ഞിയും ആരോഗ്യവും എന്ന വിഷയത്തെക്കുറിച്ച് പള്ളിവാസൽ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ MS നൌഷാദ് സംസാരിക്കുന്നു. നമുക്ക് കർക്കിടകവും ആരോഗ്യ സംരക്ഷണവുമായിട്ടുള്ള എന്താണ് ബന്ധമെന്ന് ചോദിക്കുന്നവരുണ്ടാവാം. പൊതുവേ നമ്മൾ കേൾക്കാറുള്ളത് പോലെ ഈ കള്ളക്കർക്കിടകത്തെ കരുതലോടെ ശ്രദ്ധിച്ചാൽ ആരോഗ്യം നേടാൻ വഴികൾ ഏറെ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മുടെ ഇടയിൽ പലരും അങ്ങനെയൊക്കെ സംഭാഷണങ്ങൾ നടത്തുന്നത് നമുക്ക് കേൾക്കുന്നതാണ്. അതുപോലെ തന്നെ ഓരോ കാലാവസ്ഥയിലും അനുയോജ്യമായ മാറ്റങ്ങളോടെ നമ്മുടെ ശരീരത്തെ പരിരക്ഷിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ ആരോഗ്യമുള്ളവർ എന്നുള്ളതാണ് വസ്തുത. നമ്മുടെ ശ്രദ്ധയോടെയുള്ള പരിചരണമാണ് ആരോഗ്യത്തിൻ്റെ ശരിയായ കാതൽ എന്ന് നമുക്ക് പറയാൻ കഴിയും. ഈ മഴക്കാലമാണ് നമുക്കറിയാം ഈ കർക്കിടകകാലം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പലപ്പോഴും ഈ തോരാതെ പെയ്യുന്ന മഴയുടെ താളത്തോടു കൂടിയതാണ് കർക്കിടകം. ഈ താളത്തെ ആസ്വദിക്കുന്ന കർക്കിടകത്തിന് ആരോഗ്യവുമായി എന്താണ് ബന്ധമെന്ന് പരിശോധിക്കാം. ഇപ്പം നമുക്കറിയാം ഈ സൂര്യൻ വടക്കോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഉത്തരായന കാലവും അതുപോലെ തന്നെ തെക്കോട്ട് സഞ്ചരിക്കുന്ന ദൃശ്യമാകുന്ന ദക്ഷിണായന കാലവും ഒക്കെ നമുക്ക് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഇപ്പം ഈ സൂര്യൻ്റെ തീഷ്ണതയിൽ നമ്മുടെ ആരോഗ്യം ഇങ്ങനെ ഏറ്റവും കുറഞ്ഞു വരുന്ന ഒരു സമയമാണ് സൂര്യൻ അല്പം ഇങ്ങനെ വടക്കോട്ട് സഞ്ചരിക്കുന്ന ഉത്തരായന കാലത്തിൻ്റെ അവസാനമായ വേനൽക്കാലം. ഇതിനെ സൂര്യൻ ശരീരബലത്തെ അങ്ങോട്ടെടുക്കുന്നു എന്നൊരർത്ഥത്തിൽ ആദാനകാലം എന്നൊക്കെ പറയുന്നുണ്ട്. ആയുർവേദത്തെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പ്രയോഗമൊക്കെ. എന്നാൽ ഉടൻ ഈ ആരംഭിക്കുന്നത് തന്നെ നമ്മുടെ ദക്ഷിണായന കാലത്താകട്ടെ സൂര്യൻ അല്പാൽപ്പം തെക്കോട്ട് സഞ്ചരിക്കാൻ തുടങ്ങുകയും നമ്മുടെ ആരോഗ്യം ക്രമേണ ഇങ്ങനെ വർദ്ധിച്ചു വരികയാണ് ചെയ്യുന്നത്. ഇതിൽ സൂര്യൻ ബലത്തെ തരുന്നു എന്ന അർത്ഥത്തിൽ വിസർഗകാലം എന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പം നമ്മുടെ ഈ വേനൽക്കാലത്തും വർഷകാലത്തും എന്ന് പറയുമ്പോൾ ഒന്നതിൻ്റെ അവസാനവും മറ്റതിൻ്റെ പൊതുവെ ശരീരബലം ഏറ്റവും കുറഞ്ഞിരിക്കുന്നതായിട്ടാണ് ആയുർവേദം ഓർമ്മപ്പെടുത്തുന്നത്. ഇപ്പോൾ ഈ ശരീരത്തിൻ്റെ ബലം കുറഞ്ഞിട്ടുള്ള ഈ തുടക്കകാലത്തിൽ, അതായത് നമുക്കറിയാം ഒരു ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലായിട്ട് കർക്കിടകം എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. അതിനെ ശ്രദ്ധയോടെ നോക്കിക്കാണേണ്ടത് ആരോഗ്യകാര്യത്തിൽ വളരെയധികം പ്രാധാന്യം ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ശ്രദ്ധയോടെ ആരോഗ്യത്തെ സംരക്ഷിച്ചാൽ നമുക്ക് തുടർന്നുള്ള കാലമത്രയും ആരോഗ്യത്തോടെ കഴിഞ്ഞുകൂടാം എന്നതാണ് കർക്കിടകത്തിലെ ഈ ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഒരു പൊരുൾ. ഈ കർക്കിടകത്തിലെ ആരോഗ്യ സംരക്ഷണത്തിന് നമ്മുടെ പൂർവികർ ഫലപ്രദമായിട്ട് ഉപയോഗിച്ചിരുന്ന ഒന്നാണ് ഈ ഔഷധങ്ങളിട്ട് സംസ്കരിച്ചിട്ടുള്ള മരുന്നുകൾ. അപ്പം ഇതിലൂടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ നേരത്തെ പറഞ്ഞു നമ്മുടെ ദഹന പ്രക്രിയയുടെ ഒരു സുഗമമായ പ്രവർത്തനം, അതോടൊപ്പം തന്നെയുള്ള ശരീരബലവർദ്ധനം, ഇങ്ങനെയാണ് നമുക്ക് രോഗപ്രതിരോധത്തിൻ്റെ ഒരു ശേഷി നേടിയെടുക്കാനായിട്ടുള്ള ഒരു കഴിയും എന്നുള്ളതാണ് ഈ കഞ്ഞിയുടെ ഒരു പ്രത്യേകത. ഇതിനായി പലതരത്തിലുള്ള മരുന്ന് കഞ്ഞികൾ ഉപയോഗപ്പെടുത്തി വരുന്നു. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമുക്കറിയാം ഈ ഞവരേരി, ഉലുവ എന്നിവ വേവിച്ചതിൽ തേങ്ങാപ്പാലും ജീരകവും കുരുമുളക്, ചുക്ക്, ഏലത്തരി, അതുപോലെ ആശാളി, എള്ള്, മഞ്ഞൾ ഇവയൊക്കെ ചേർത്തുണ്ടാക്കുന്ന ഒരു കഞ്ഞി ചെറു ചൂടോടെ നമുക്ക് രാവിലെയും വൈകുന്നേരവും ഈ കർക്കിടകത്തിന് ആരോഗ്യ സംരക്ഷണത്തിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇതാണ് ഔഷധക്കഞ്ഞി എന്നുള്ള രീതിയിൽ നമ്മൾക്ക് പറയാനായിട്ടുള്ളത്. പലവിധ ഔഷധക്കഞ്ഞികൾ പ്രാദേശിക ഭേദത്താലും മറ്റും ഇന്ന് നമുക്ക് ലഭ്യമാണ്. ഒന്നോർക്കുക, ഈ കർക്കിടക കാലത്ത് ശരീരത്തിൻ്റെ അവസ്ഥയും അതുപോലെ കാലാവസ്ഥയുടെ പ്രത്യേകതയും വളരെ പ്രാധാന്യമുള്ളതാണ്. അതിനാൽ ദഹന പ്രക്രിയയ്ക്ക് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത തരത്തിലാവണം ഇതിൻ്റെ ഉപയോഗം. ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഉദാഹരണം പ്രായമായാലും പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം. ഇപ്പോൾ കുട്ടികൾക്ക് നൽകുമ്പോൾ ജീരകം, തേങ്ങാപ്പാൽ എന്നിവയോടൊപ്പം തന്നെ ആവശ്യമെങ്കിൽ അല്പം കരിപ്പെട്ടി, അത് ശർക്കര എന്നിവയൊക്കെ ചേർത്ത് സ്വാദിഷ്ടമാക്കി നമുക്ക് നൽകാവുന്നതാണ്. അതുപോലെ തന്നെ ഈ പനിയൊക്കെ ഉള്ള സന്ദർഭത്തിൽ തേങ്ങയൊക്കെ അധികം ചേർക്കാതെ എന്നാൽ മുയൽ ചെവിയൻ, മുക്കുറ്റി, പൂവാങ്കുറുന്നൽ, മുത്തങ്ങ ഇവയൊക്കെ ചേർത്ത് തയ്യാറാക്കുന്ന ഔഷധക്കഞ്ഞിയും നമുക്ക് നൽകാവുന്നതാണ്. അതുപോലെ തന്നെ ഈ മരുന്ന് കഞ്ഞി ഉപയോഗിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ ദഹിക്കാൻ പ്രയാസമുള്ള മത്സ്യമാംസങ്ങളുടെ ഉപയോഗം ഒന്ന് ഒഴിവാക്കേണ്ടതാണ്. മറ്റ് ഭക്ഷണങ്ങളോടൊപ്പമല്ലാതെ പ്രത്യേകമായി കഴിക്കുന്നതാണ് കൂടുതൽ നല്ലത്. മറ്റ് ഭക്ഷണങ്ങളോടൊപ്പമോ അല്ലെങ്കിൽ വെറും വയറ്റിലോ ഒക്കെ ഡോക്ടർ നിർദ്ദേശിക്കുന്ന പ്രകാരമോ ഒക്കെ ഇത് ഉപയോഗപ്പെടുത്തി വരുന്നുണ്ട്, അതിനൊന്നും കുഴപ്പമില്ല. കർക്കിടക കഞ്ഞിക്കൊപ്പം നമുക്കിപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ചെറുപയർ, മുതിര എന്നിവയും പച്ചക്കറികളും ഒക്കെ ചേർത്ത് തയ്യാറാക്കിയിട്ടുള്ള സൂപ്പ് നമുക്ക് വേണമെങ്കിൽ ഉപയോഗപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ മസാലകളും എണ്ണയൊക്കെ അല്പം മാത്രം ഉപയോഗിക്കുന്ന കറികളൊക്കെ ഉപയോഗപ്പെടുത്താവുന്നതാണ്. പിന്നെ ഈ പ്രമേഹ രോഗികളിൽ നമുക്ക് ഈ തവിടുള്ള അരിയോടൊപ്പം തന്നെ ചാമ, തിന, വരക്, ബാർലി എന്നിവയൊക്കെ ചേർത്തുണ്ടാക്കുന്ന ഒരു കഞ്ഞിയുണ്ട്. അത് വളരെ നല്ലതാണ്. പ്രത്യേകിച്ചും പ്രമേഹം തുടങ്ങിയ ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ ക്ലേശിക്കുന്നവർ ഒരു ആയുർവേദ ഡോക്ടറുടെ നിർദ്ദേശാനുസരണം പ്രത്യേക കഞ്ഞികളും ഒക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് ഈ കർക്കിടക കഞ്ഞിയുടെ കാര്യത്തിൽ. ഈ കർക്കിടകത്തിലെ ആരോഗ്യ
സംരക്ഷണത്തിന് നമ്മളിപ്പോൾ ഈ പറയുന്ന ഔഷധക്കഞ്ഞി ഏറ്റവും ഫലപ്രദമായി എല്ലാവർക്കും ഉപയോഗിക്കാൻ കഴിയട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. കർക്കിടകക്കഞ്ഞിയും ആരോഗ്യവും എന്ന വിഷയത്തെക്കുറിച്ച് പള്ളിവാസൽ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ MS നൌഷാദ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ.